बीजापुरगतेषु कार्मुकरुचा चक्राब्जपाशोत्परविषाणश प्रोद्यकराम्भूर्गां ध्येयोवल्लभया च पद्मकलया आसृष्टोज्ज्वलभूषया विश्वोत्पत्तिविनाशं सूर्यो विघ्नो शिष्टार्थ पद्मकलया आसृष्टोज्ज्वलभूषया विश्वोत्पत्तिविनाशं सूर्य അപ്പോൾ ഗണപതി ഭഗവാനും തലപ്പുഴ മഹാദേവനെ പോലെ തന്നെ പത്നിസമേതനായിട്ട് തന്നെ ഇരിക്കുകയാണെന്നർത്ഥം. അപ്പോൾ ആസൃഷ്ടോജ്വല ഭൂഷയ പത്മകാലയ ആസൃഷ്ടോജ്വല ഭൂഷയ നിരവധി ആയുധങ്ങളോട് വിളിക്കുന്ന ഗണപതി ഭഗവാൻ. ഗണപതി 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 പമ്പ ഗണപതി 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 പ്രശാന്ത് വർമാജി തുടങ്ങി വെച്ചതായ ഒരു ഭജന സമ്പ്രദായം. അത് പിന്നീട് പല രീതിയിലും പല ആൾക്കാരൊക്കെ കൊണ്ടുവരുന്നു. പിന്നീട് പുതിയ സിനിമാ പാട്ടുകളൊക്കെ വേണ്ടി ആൾക്കാരെ ആകർഷിക്കാൻ വേറൊരു രീതിയിൽ വേറെ കുറേ പേര്. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നമുക്കറിയാം ഭഗവാനിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പോൾ ഗണപതി ഹോമമാണ് ഏറ്റവും രസകരമായ രീതിയിൽ ഏറ്റവും പ്രത്യക്ഷമായ രീതിയിൽ കഴിക്കാവുന്ന ഒന്ന്. 10 മിനിറ്റ് കൊണ്ട് കഴിക്കാം, 5 മിനിറ്റ് കൊണ്ട് കഴിക്കാം, 15 മിനിറ്റ് കൊണ്ട്, 20 മിനിറ്റ് കൊണ്ട്, 8 മണിക്കൂറും കൊണ്ടും കഴിക്കാം. ഇനി അല്ല 12 മണിക്കൂറും കൊണ്ടും കഴിക്കാവുന്ന ഒന്നാണ്. ഒരു മുറി നാളികേരത്തിന് കഴിക്കാം, 2 മുറി നാളികേരത്തിന് കഴിക്കാം, അഷ്ടദ്രവ്യം കൂട്ടി കഴിക്കാം, അപ്പാട കൊണ്ട് കഴിക്കാം. അപ്പോൾ ഏറ്റവും രസകരവും ഏറ്റവും ആത്മീയപരമായ രീതിയിൽ ഏറ്റവും കൂടുതൽ വിജയിക്കുന്ന ഒരേ ഒരു ഹോമം ഗണപതി ഹോമമാണ്. മൃത്യുഞ്ജോമത്തിന് നമ്മൾ എത്ര ഉണങ്ങിയ വിറകിൽ വെച്ചെന്ന് വിചാരിക്കുക, അവർക്ക് ദുരിതങ്ങളുണ്ടെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് കട്ടിത്തീരോ ഇല്ല. എന്നാൽ കുറച്ച് പച്ച വിറകാണ്, അധികം ഇതല്ലാത്ത വിറകാണ്, അവർക്ക് ദുരിതങ്ങൾ കുറവാണെങ്കിലോ അവർക്ക് ദുരിതങ്ങൾ വേഗം അഗ്നിയാവുന്ന ജിഹു കൊണ്ടതാ അവിടെ മഹാദേവൻ സ്വീകരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും മനസ്സിനനുസരിച്ചാണ് എന്നർത്ഥം അവിടെ ജ്വലിക്കുന്നത് എന്നർത്ഥം. ചെയ്യുന്ന ആളുടെ മനസ്സും കുറച്ച് പ്രധാനമാണ്, ചെയ്യിപ്പിക്കുന്ന ആളുടെ മനസ്സും പറയുക. ചെയ്യിപ്പിക്കുന്ന ആൾ മനസ്സ് ശുദ്ധമാണെങ്കിൽ എനിക്കിത് കഴിക്കണം, എൻ്റെ ദുരിതങ്ങൾ മാറണം, എനിക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടാവണമെന്ന രീതിയിൽ ഗണപതി യോഗത്തിനും മൃത്യുഞ്ജോഗത്തിനും പങ്കെടുത്ത് കഴിക്കുകയാണെങ്കിലോ ടക്ക 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 ടക്കട അവിടെ ജ്വാലാജിക്കും, അവിടെ ജുഹ്വ ഉണരും, അവിടെ അഗ്നി ജ്വലിക്കും. ഇനി അതല്ല എന്തെങ്കിലും ആവട്ടെ, ഏതോ ഒരു ജ്യോത്സ്യം പറഞ്ഞു എല്ലായിടത്തും പോയി, എനിക്കതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല, എന്നിരുന്നാൽ പോലും എന്നാൽ പിന്നെ പറഞ്ഞേക്കാം, വൈഫിൻ്റെ ചിറ്റയുടെ അനിയത്തിൻ്റെ ചേച്ചിയുടെ മോൻ പറഞ്ഞു, അവർ ഒരുപാട് ഉപകാരം ചെയ്തു, അതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ ഇത് നടത്തിയത് കൊണ്ട് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വന്നാലോ, അങ്ങനെ ഉണ്ടല്ലോ ചാക്യാർ പറഞ്ഞ പോലെ, ഇതിപ്പോൾ നടത്തിയത് കൊണ്ട് വേറെ നടത്തിയില്ല അഞ്ചോ വേറെ എന്തെങ്കിലും അങ്ങനെ സംശയമാണ് ആൾക്കാർക്ക്. അങ്ങനെയുള്ളവർ വന്നിരിക്കും. തിരുമേനി എനിക്ക് ഇത് കഴിഞ്ഞ് 9:30 മണിക്ക് 12:30 മണിക്ക് കല്യാണത്തിന് പോകാണ്ട് ആയിക്കോട്ടെ, എവിടെ ഏറ്റവും നല്ല പ്ലാവും വിറകും നെയ്യും ഒക്കെ ധാരാളം ഉപയോഗിച്ച് കത്തിച്ച് എവിടെ ജ്വലിക്കില്ല എന്നർത്ഥം. അതാണ് അജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് പുക, ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് അഗ്നി. അവിടെ അഗ്നി ആയിക്കൊണ്ടിരിക്കുന്നതായ രീതിയിൽ അവിടെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് കുറേ ഫ്രൂട്ട്സും ആൾക്കാരും ഒക്കെ നിറച്ചു കൊണ്ട് കൊടുത്തു. അദ്ദേഹം എന്ത് ചോദിച്ചു, ഗ്യാസ് മാറാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ ഗ്യാസിൻ്റെ ആകെ പ്രശ്നം. അപ്പം ഒരു ചെറിയ പഴം മാത്രം സ്വീകരിച്ചിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു പറയുമോ, അതേ അവിടെ ഒരു പയ്യൻ പാത്രം തേച്ചുകൊണ്ട് നിൽക്കേണ്ട ഒരു പയ്യൻ, ഈ ഫ്രൂട്ട്സ് മുഴുവൻ അവന് കൊടുത്തോളൂ, അവനത് കഴിച്ചോളും. അതാരാ എന്ന് ചോദിച്ചു. അത് നരേന്ദ്രൻ എന്നാണ് പേര്, നരേന്ദ്രൻ എന്നാണ് പേര്. ആ നരേന്ദ്രൻ കഴിച്ചോളും എന്ന് പറഞ്ഞു. അവിടെ കൊണ്ട് ഫ്രൂട്ട്സ് കൊടുത്തു. അദ്ദേഹം അപ്പോൾ ചോദിച്ചു, ഇതെന്താ ഇവന് കൊടുക്കാൻ കാരണം? ഇവൻ ഭാവിയിൽ ഭാരതത്തിൻ്റെ അഗ്നിയാണ്, അവന് അഗ്നിയിലെല്ലാം ദഹിക്കില്ലേ. ആ നരേന്ദ്രനാണ് പിന്നീട് അനുഗ്രഹം കൊണ്ട് വിവേകാനന്ദ സ്വാമിയായിട്ട് മാറുന്നു. വിവേകാനന്ദ പാറയിൽ കയ്യും കെട്ടിക്കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടുവെക്കുന്നതായ പ്രയോഗത്തിലൂടെ തന്നെ. അപ്പം വിഘ്നേശ്വര മൂർത്തിയായിക്കൊണ്ട് പല ധ്യാനം, സിന്ധൂരാഭം എന്നുള്ള ധ്യാനമുണ്ട്. അങ്ങനെ പല ധ്യാനങ്ങളുണ്ട്. ഓരോരുത്തരുടെ ഉപദേശം അനുസരിച്ച് ഞങ്ങളെയൊക്കെ ദേവാരാമൂർത്തി ആയിക്കൊണ്ട് തന്നെ ബീജാപുര എന്നുള്ളതായ ധ്യാനം. അതുപോലെ തന്നെ നമുക്കറിയാം മാതിരപ്പള്ളി ഗണപതി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും വന്നിരുന്നതാണ് സൂര്യകാലടി തിരുമേനി. അദ്ദേഹത്തിൻ്റെ എല്ലാത്തെ ധ്യാനവും ഇത് തന്നെയാണ്. അദ്ദേഹത്തിന് ഇതൊന്നും വേണ്ട, അദ്ദേഹത്തിന് ഇങ്ങനെ ജ്വലിപ്പിച്ച് കഴിഞ്ഞാൽ 2 പൂവിടും. ആ പാത്രത്തോടു കൂടി തന്നെ കമത്ത് കഴിയണം. ഈ പ്രാണായസ്വഹ പാനായസ്വഹ നമ്മൾ കൊടുക്കണ പോലെയല്ല. അദ്ദേഹം വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഗണപതി ഗണപതി വാളിച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ ഈ 2 കഷ്ണം പറ്റുമോ? അദ്ദേഹം ആ വാർപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് ഓരോ ഉരുളിയും അങ്ങനെ തന്നെ അഗ്നിയിലേക്ക് ഹോമിക്കപ്പെടുകയാണ്. അങ്ങനെ ഹോമിക്കപ്പെടുന്നതായ അഗ്നി സ്വരൂപമായിക്കൊണ്ട് അഗ്നിരാഭാഭ്യപ്രതിവാം പ്രതിവ ഔഷധ നല്ലൊരു മഴ വരുന്നുണ്ട്. ഒരുപാട് കാത്തിരുന്നതായ മഴ. അഗ്നിരാഭാഭ്യപ്രതിവാം പ്രതിവ ഔഷധയ അഭ്യപ്രതിവാം പ്രതിവ ഔഷധയ. അങ്ങനെ ഒരു ഹോമകുണ്ടത്തിൻ്റെ മുകളിൽ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ, ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു വീശുവാളയോ പിടിച്ചു കഴിഞ്ഞാൽ അത് കണങ്ങളുണ്ടാകും. അതാണ് ഹോമങ്ങൾ ധാരാളം ഉണ്ടാവണം മഴ പെയ്യണമെങ്കിൽ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യാഗങ്ങൾക്കും എല്ലാ യാഗങ്ങൾക്കും യാഗശാല പോലും
നമുക്കറിയാം യാഗശാലയ്ക്ക് അവസാനം എന്ത് ചെയ്യണം? യാഗശാലയ്ക്ക് തീ കൊളുത്തും അല്ലേ? ആദ്യം അരണി കടഞ്ഞ് ഉണ്ടാക്കിയ ആ തീയിൽ നിന്ന് യാഗം നടത്തി കഴിഞ്ഞാൽ അവസാനം യാഗശാല പോലും നമ്മൾ എന്തിനാ അർപ്പിക്കുന്നത്? അഗ്നിയെ അർപ്പിക്കുന്നു. പണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പണ്ട് അഗ്നിസ്വരൂപമായിട്ട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. വേളിക്കാണെങ്കിലും അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകളിലോ നമ്മുടെ ശരീരവും അഗ്നിയിലേക്കല്ല വയ്ക്കുന്നത്. അപ്പോൾ ജനിച്ച് വീഴുന്ന മുതൽ പേരിടിയിൽ മുതൽ അവസാനത്തെ ചടങ്ങ് വരെ നമ്മൾ കാച്ചിക്കെട്ടും എന്ന് പറയും. കാച്ചിക്കെട്ടിയതായി നിന്ന് ആവാഹിച്ചിട്ട് പിന്നെ നമ്മളെ എൻ്റെയും സുഞ്ചിമാങ്കുളത്തിൻ്റെ ശരീരവും എവിടെ തന്നെയാണ് സമർപ്പിക്കുന്നത്? അഗ്നിയിൽ തന്നെയാണ് സമർപ്പിക്കുന്നത്. നമുക്കറിയാം, ഗംഗാതീരെ ഗംഗാസാഗര സംഗമത്തിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പോകുമ്പോൾ അവിടെ നമുക്കറിയാം, അവിടെ പകുതി കത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ ഗംഗയിലേക്ക് ശരീരം ഒഴുക്കി പിന്നത്തെ കടവുകളിൽ അഖോരൈറ്റ്സ് എന്ന് പറയുന്നതായ അവരെ നമ്മളുടെ ശരീരം സ്വീകരിച്ച് നമ്മുടെ ശരീരം പ്രത്യേകം മന്ത്രങ്ങളെ ചൊല്ലി ശരീരത്തിൻ്റെ കഷങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലി ഹോമിച്ച് അതിൻ്റെ അംശം ഭക്ഷണമായിട്ട് സ്വീകരിക്കുമ്പോൾ ഒന്നാലോചിച്ചു മനുഷ്യ ശരീരവും വേറൊരർത്ഥത്തിൽ പ്രയോജനമാകുന്നു. ഏത് മഞ്ഞിനെയും ഏത് ചൂടിനെയും അപേക്ഷിച്ച് കൗപീനം കോലും കൊടുക്കാനുള്ള മഞ്ഞുകട്ടയുടെ മുകളിൽ കൂടി അഖോരൈറ്റ്സ് നടക്കുന്നുണ്ടെങ്കിൽ, ഇനിയോ ഒരു ശരീരം മുഴുവനും നാഗങ്ങളെ കൊണ്ട് അലങ്കരിച്ച് തലമുടിയിലും ഒക്കെ നിറച്ച് നാഗങ്ങൾ, യഥാർത്ഥ നാഗങ്ങൾ കഴുത്തിലിട്ടുകൊണ്ട് അഘോരൈസ് നടക്കുന്നുണ്ടെങ്കിൽ, ഒന്നിനും അല്ലാതെ ഉണ്ടായിട്ടും വേണ്ടാത്തവരാണ്. 17 വർഷമായി സർവീസ്. ഇന്നു വരെ തിരുമേനി പൈസ ഇല്ല, പിന്നെ മതി. ഇന്നു വരെ ഒരു കണക്ക് പറഞ്ഞിട്ടില്ല. ഒരു സ്പെഷ്യൽ ആൾ വന്നു കഴിഞ്ഞാൽ വലിയ തൂസനയിലയിൽ 10 20 ഐറ്റംസ് വെച്ച് സ്പെഷ്യൽ പ്രസാദം കൊടുത്തില്ല, ബഹുമാനം കൊടുത്തിട്ടില്ല. ഓഫീസർമാരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ഇലയിൽ ഒരു പൂവും ഒരു ശല അരച്ച ചന്ദ്രവും ചിലപ്പോൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് അലർജിയാണ് അതുകൊണ്ട്. അപ്പം എല്ലാവരെയും ഒരു പോലെ കാണുന്നവർക്ക് എന്നും നിലനിൽക്കും, അല്ലാത്തവർക്ക് നഷ്ടങ്ങളുണ്ടാവും. ഒരു സ്പെഷ്യൽ പാർട്ടി വന്നു, അവരെ കൊള്ളാമല്ലോ വിചാരിച്ചു വലിയ തൂസനയിലയിൽ പ്രസാദം കൊടുത്തു. ബാക്കി നിൽക്കുന്ന സ്ഥിരം വരുന്ന അമ്മമാരുടെ കണ്ണ് നിറയില്ലേ? ഇന്നലെ വരെ ഞങ്ങൾക്ക് ചെറിയ ഇലയിലാണ് പ്രസാദം തന്നു, വന്ന ഒരാളെ സ്പെഷ്യൽ ബഹുമാനിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ആ അമ്പലത്തിലേക്ക് വരില്ല, വേറെ അമ്പലം തേടിപ്പോവും. അപ്പോൾ അമ്പലങ്ങളില്ലാത്തതുകൊണ്ടല്ല, ഓരോ ഗ്രാമത്തിനും ഇപ്പോൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ ഒരു 6-7 ശിവക്ഷേത്രമുണ്ട്, 6-7 കൃഷ്ണക്ഷേത്രമുണ്ട്, കുടിയിരുത്ത് പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ ഒരിടത്ത് വരുന്നതിൻ്റെ 100% ഫലം കിട്ടുന്നതിന് അവിടെ തന്നെ വരണം. ഹലോ, തിരുമേനി, ഒരു 25 ദിവസം മതി, ഞങ്ങളിവിടെ ഇല്ല, ഗൂഗിൾ പേ ചെയ്തേക്കാം. ഒരു കാര്യമില്ല അതിനകത്ത്. ഗൂഗിൾ പേ ചെയ്തോളൂ, കാരണം ഒടുക്കൂടറൊക്കെ ചെയ്യണം, നമുക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടല്ല ഞാൻ പറയണത്. അത് കൃത്യമായ രസീത് എഴുതി കൃത്യമായ രീതിയിൽ 3 പ്രദക്ഷിണം വെച്ച് 7-12 പ്രദക്ഷിണം വെച്ച് എത്ര വേണമെങ്കിലും പ്രദക്ഷിണം വിളക്കാനുള്ള സൗകര്യം നമ്മളിപ്പോൾ ഇവിടെ തലപ്പുച്ച ക്ഷേത്രത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ലോകത്തെ മുഴുവൻ രക്ഷിക്കാനായിക്കൊണ്ട് വരുന്നതായ ഒരു 3000-ഓളം വർഷങ്ങൾ പഴക്കമുള്ളതായ കിഴക്കോട് ദർശനമായിക്കൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്നതായ സ്വയംഭൂ ബിംബത്തോടു കൂടി തന്നെ ഭൂഷണമായി കിടക്കുന്ന ഭൂമിയെ കുളിരണിയിക്കാനായിട്ട് മഴ പെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഴ വേണം, എല്ലാ കാലത്തും എല്ലാ കാലാവസ്ഥ വേണം. മഞ്ഞ് വേണം, വെയിൽ വേണം, മഴ വേണം. നല്ല മഴ എന്ന് പറയാൻ സാധിക്കട്ടെ, നല്ല ചൂട് എന്ന് പറയാൻ സാധിക്കട്ടെ, നല്ല മഞ്ഞ എന്ന് പറയാൻ സാധിക്കട്ടെ. എല്ലാത്തിലും ഇല്ലാത്തതായ ഈ പ്രകൃതിയൊന്നും ഇല്ലാത്തതാണ്, ഇതൊരു മായ മാത്രമാണ്. എന്നിരുന്നാൽ പോലും നല്ല വെയിൽ, നല്ല ചൂട്, നല്ല മഴ, നല്ല കാറ്റ്, നല്ല മഞ്ഞ്, നല്ല ചുമ, നല്ല പനി ആയിക്കോട്ടെ, എല്ലാം നല്ല എന്ന് പറയാൻ സാധിക്കുമ്പോൾ മാത്രമേ നന്മയുണ്ടാവൂ. ലോകത്തിൻ്റെ നെറുകയിൽ വിരാജിക്കുന്നതായ ഒരു ക്ഷേത്രത്തിൽ ഒരു സാധാരണ പൂജാരി എന്ന് പറഞ്ഞാൽ തെറ്റാണ് വാക്ക്. പൂജയുടെ അരി ശത്രു എന്നാണ് എല്ലാവരും പലർത്തും പറയുന്നത്. പൂജാരി ഒന്നില്ലാണ്, പൂജക്കൻ എന്നാണ് അർത്ഥം. പൂജകനായിക്കൊണ്ട് എല്ലാവരും ഈശ്വരന്മാരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.